ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി കുട്ടി വ്ളോഗ്സ്. നമ്മൾ കപ്സിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്സ് ഉണ്ടാക്കിയ ടൈമിൽ നമ്മൾ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ചിക്കൻ ഓൾറെഡി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും വെച്ച് തിരുമ്പി വെച്ചതാണ്. അതിലേക്ക് കുറച്ച് തൈര്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ചില്ലി ഫ്ലേക്സ്, കുരുമുളക് പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം. ബട്ടർ ആകുമ്പോൾ കുറച്ചുകൂടി ഫ്ലേവർ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത്. ഇനി നമുക്കൊരു പാനിലേക്ക് ലേശം ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മൈദ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 3/4 കപ്പ് പാലും കൂടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതുപോലെ തിക്ക് കൺസിസ്റ്റൻസി ആവുന്ന ടൈമിൽ ഇതിലേക്ക് മസാല ചീസ് ഇട്ട് കൊടുക്കാം. ഒരു മസാല ചീസിൻ്റെ പകുതിയോളം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ ഒരു മിക്സ് ഇതുപോലെ വലിഞ്ഞ് വരുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആയി കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ചിക്കൻ സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഫ്രൈ ചെയ്ത ചിക്കനിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ചും കൂടി ചീസ് ആഡ് ചെയ്യാം. മസാല ചീസും അതുപോലെ തന്നെ ഷീറ്റ് ചീസും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് ചീസ് മെൽറ്റാവുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണത്. അധികം ടൈമൊന്നും എടുക്കില്ല, എന്നാൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മൾ വീഡിയോ ഇടുന്ന ടൈമിൽ നോട്ടിഫിക്കേഷൻ വരും. പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.